ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടായ റമൺ എയർപോർട്ടിന് യമൻ തീയിട്ടു. അതിശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്തു നിന്ന് വന്നു എന്നും പ്രതിരോധിക്കാൻ സാധിക്കാതെ എയർപോർട്ടിൻ്റെ മേഖലയിലേക്ക് ആക്രമിച്ച കാരണത്താൽ ഈ ഭാഗം ഒന്നടങ്കം കത്തിയമരുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പ്രചരിക്കുന്നു. ഏത് തരത്തിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് എയർപോർട്ട് ഏറെക്കുറെ പുകപടലമാകുന്ന രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. 2000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ ഡ്രോൺ മിസൈലുകളെ പ്രതിരോധിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇസ്രായേൽ കൃത്യമാക്കണമെന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് എയർപോർട്ട് പൂർണ്ണമായിട്ട് അടച്ചു. മറ്റ് എയർപോർട്ടുകൾക്കും തുറമുഖങ്ങൾക്കും വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കണമെന്നും ഏത് സമയം ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായവും ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ IDF-ൻ്റെതായി രാജ്യത്തിലെ ജനങ്ങളോട് പറയുകയും ചെയ്തു. സമദ് 4 എന്ന ഡ്രോൺ ഉപയോഗിച്ചും ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുമാണ് ആക്രമണം നടത്തിയത്. 8 തവണയെങ്കിലും ആക്രമണങ്ങൾ നടന്നു എന്നുള്ളതും 3 അതിൽ കൂടുതലോ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു, ബാക്കിയെല്ലാം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂമ്പൊടിഞ്ഞ് ഇസ്രായേൽ മൂക്ക് കുത്തി എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അപായ സൈറൺ മുഴങ്ങിയിട്ടില്ല എന്നുള്ള വലിയൊരു വിഷയം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ട് എന്നാണ്. എന്നാൽ അപായത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇസ്രായേൽ പുറത്ത് വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള സെൻസർഷിപ്പുള്ള മേഖലയായതുകൊണ്ട് ഇവിടെ നിന്ന് വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുവാദം നിർബന്ധമാണ് എന്നതിനാൽ മർമ്മപ്രധാനമായിരിക്കുന്ന മീഡിയകളോ പത്രത്തിലോ മരണവുമായി ബന്ധപ്പെട്ട കാര്യമോ അതല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള പാസഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. എയർപോർട്ട് തീഗോളമാക്കി യമനികൾ എന്ന് ചില പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഏലത്ത് തുറമുഖം ഇതോടനുബന്ധിച്ചുകൊണ്ട് അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏറെക്കുറെ അടച്ചതാണ്, എന്നാൽ ചില ഭാഗങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. അത് വീണ്ടും അടക്കണം എന്നുള്ള ഒരു ഉത്തരവും ഗവൺമെൻറ് ഭാഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ 2 വിഷയങ്ങൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദന ഉണ്ടായിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ പറയപ്പെട്ട അപായ സൈറൺ. ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 100 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് പോലും ശത്രുപക്ഷങ്ങൾ ഇടിച്ചു കയറുകയാണെങ്കിൽ സൈറൺ മുഴങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. 1200 കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ 1200 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തിക്കൊണ്ട് ശത്രുവിൻ്റെ ആക്രമണത്തെ മുൻകൂട്ടി മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണ് സൈറൺ സംവിധാനം. 100 കിലോമീറ്റർ ഏകദേശം എത്തുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ 2ാം ഘട്ടത്തിലുള്ള മുന്നറിയിപ്പ് നൽകും. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത്തരം ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല, സൈറൺ മുഴങ്ങിയിട്ടില്ല. അതിന് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക മേധാവികളുമൊക്കെ മറ്റൊരു നിരീക്ഷണത്തിൽ ഈ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതിനവർ പറയുന്ന കാര്യം സൈറണിൽ പോലും എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ അത്തരം സാങ്കേതിക സംവിധാനത്തെയും അതിജീവിക്കാൻ വേണ്ടി ഇവരുടെ ഡ്രോൺ മിസൈലുകളിൽ അല്ലെങ്കിൽ ഈ ക്രൂയിസ് മിസൈലിലൊക്കെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. എല്ലാ ലോകരാജ്യത്തിലുള്ള പരമാവധി മിസൈലുകളുടെ നിർമ്മിതികളും അതിൻ്റെ ദൂരസഞ്ചാര പാതയും കൃത്യമായി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്ത് അതുണ്ടാക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നൂതന സംവിധാനത്തോടു കൂടി പുതിയ മിസൈൽ നിർമ്മിക്കാനുള്ള ബുദ്ധി ഇറാനെ പോലെ ലോകത്തൊരു രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചത്. അവരുടെ മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കവച്ചു വെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം ലോകത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളൊന്ന് അമേരിക്കയും ഇസ്രായേലുമാണ്. അത് ഒരു അയൺ ഡോം ഇസ്രായേലുണ്ടെങ്കിൽ താഡ് സിസ്റ്റം അമേരിക്കക്കുണ്ട്. ഇത് നിലവിലുള്ള ഭൂമിശാസ്ത്രപരമായ രീതിയിൽ നിലവിലുള്ള എല്ലാവിധ ഈ ആക്രമണ സംവിധാനത്തെയും അത് മിസൈൽ ഉപയോഗിച്ചോ ഡ്രോൺ ഉപയോഗിച്ചോ ആക്രമിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്ന സംവിധാനമാണ്. അതിനെയും കവച്ചു വിട്ടുന്ന രീതിയിലുള്ള നിർമ്മിതികൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ സൈനികർ തന്നെ അമേരിക്കയെ അറിയിച്ചതാണ്.
നമ്മൾ കരുതുന്ന പോലെയും മനസ്സിലാക്കുന്ന പോലെയും അല്ല യമൻ വരുന്നുള്ള ആക്രമണം. ഒരു പ്രാവശ്യം വരുന്ന മിസൈലിൻ്റെ ശക്തിയല്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് അവർ തങ്ങളുടെ ഈ കപ്പലിന് നേരെ ആക്രമിക്കുന്ന മിസൈലിൻ്റെ ശക്തിയും അതിൻ്റെ സഞ്ചാരപാതയും രീതിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധ സംവിധാനം തീർക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം വരുന്നത് അതിനേക്കാൾ ശക്തിയുള്ളതും മാരകമുള്ളതുമായിരിക്കും. അതുകൊണ്ട് അവർ മിസൈലിട്ട റൂട്ടിനെ കുറിച്ചോ അതിൻ്റെ ശക്തിയെക്കുറിച്ചോ അവിടെ നിർമ്മിതമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചതാണ്. സമാനമായ രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്നാലും സൈറൺ മുഴങ്ങുക എന്നുള്ള രീതിയൊക്കെ സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള നിർമ്മിതികൾ ഇറാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ്. പരമാവധി പൂർത്തിയാക്കുന്ന നിർമ്മിതികളെല്ലാം യമൻ്റെ കൈവശത്തിൽ എത്താറുണ്ട്. അത് കപ്പൽ വഴി എത്താനുള്ള എല്ലാ സംവിധാനവും അവർ ഒരുക്കാറുണ്ട്. അങ്ങനെ ആയുധത്തിൻ്റെ കുറവ് കാരണത്താൽ പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിന് നേരെയോ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെയോ ഒരു അക്രമവും നിന്നു പോയിട്ടില്ല, അവരുടെ സാങ്കേതികമായിരിക്കുന്ന വിഷയ കാരണത്താൽ അല്ലാതെ എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും മേഖലയിൽ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് സാനിസ്റ്റ് രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഇപ്പോൾ പ്രബലമാണ്. ലോകരാജ്യത്തെ ജൂത വിഭാഗത്തിന് സംരക്ഷണം കിട്ടണമെങ്കിലും സുരക്ഷിതമായി ജീവിക്കണമെങ്കിലും മറ്റ് രാഷ്ട്രങ്ങളിലെ അറബ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അഭയം തേടേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണ് വലിയൊരു പ്രഖ്യാപനം നടന്നത്. ഈ ജൂത വിഭാഗങ്ങൾ ഒന്നിക്കണമെന്നും നമ്മൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ഒരു രാഷ്ട്രം ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ചിതറിക്കിടക്കുന്ന ജൂത വിഭാഗത്തെ ഏകോപിച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് ജെറുസലേം തലസ്ഥാനമായിട്ടുള്ള ഈ നഗരത്തിലേക്ക് അവർ വിളിച്ചു വരുത്തിയത്. അങ്ങനെ 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ പ്രഖ്യാപനം അങ്ങനെയാണ്. കേരളത്തിലെ കൊച്ചി ഭാഗത്തു നിന്നൊക്കെ ജൂതന്മാർ തങ്ങളുടെ വാസസ്ഥലങ്ങളും സ്വത്തുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിലേക്ക് കുടിയേറിയവരാണ്. അവർക്ക് പോലും സുരക്ഷിതമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ ലോകത്തിലെ എല്ലാ ജൂതന്മാരെയും വിളിച്ചു വരുത്തി രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പ്രഖ്യാപനം നടത്തുന്നു, നിങ്ങളിവിടെ സുരക്ഷിതരാണ്, നിങ്ങളൊരാളും ആക്രമിക്കാൻ വരില്ല, നിങ്ങൾ നേരെ ആക്രമിച്ചാൽ അവരൊരിക്കലും ഉണ്ടാവുകയില്ല എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോട് ലോകത്തിന് അത് ബോധ്യമാവുകയും ചെയ്ത് ഇസ്രായേൽ പറയുന്ന കാര്യമല്ല, യാഥാർത്ഥ്യം അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടു കൂടി ചിത്രത്തിൻ്റെ രീതികളൊക്കെ മാറി. വർഷം അടുത്ത മാസമാകുന്ന സമയത്ത് 2 വർഷം ആവാൻ പോവുകയാണ്. ആയുധമില്ലാത്ത രാജ്യത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന പട ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ലക്ഷ്യം കാണാത്ത രീതിയിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക സൈനിക ആയുധ ശക്തികളിൽ യമൻ്റെ സ്ഥാനമൊക്കെ നോക്കുന്ന സമയത്ത് 45 താഴെയോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ നോക്കുന്ന സമയത്ത് 2ാമത്തെയോ 3ാമത്തെയോ അല്ലെങ്കിൽ 5ാം സ്ഥാനത്തിലൊക്കെ അവർ വരാറുണ്ട്. ഈ 2 വിഭാഗം ഇപ്പോൾ ഏറ്റുമുട്ടുന്നതിൻ്റെ ഒരു ഭീകരമായിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യമന്റെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ ഇസ്രായേൽ വധിച്ചതിന് ശേഷം അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, നരകവാതിലുകൾ തുറന്നിരിക്കുന്നു എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങൾ രാത്രി സൂര്യൻ ഉദിപ്പിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളതും ജനനിബിഡമായിരിക്കുന്ന ഏരിയകളിൽ നിന്ന് മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പും യമൻ നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേലിന് യമൻ മുന്നറിയിപ്പ് നൽകുന്ന അത്ര വലിയ ഗൗരവത്തിലൊന്നും ഇസ്രായേൽ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാണെന്നുള്ളതും ഇപ്പോഴത്തെ നിലവിലെ ആക്രമണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂചന അല്ല, തുടക്കം മാത്രമാണ്. ഇതിൻ്റെ പിറകെ മാരകമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇസ്രായേലിനെതിരെ വരാനുള്ളത്. എല്ലാ സംവിധാനങ്ങളും തങ്ങൾ സ്വരൂപിച്ചിരിക്കുന്നു, എല്ലാ ആയുധം ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ സൈനികരോടും തയ്യാറായി നിൽക്കാൻ വേണ്ടി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നവരെ അതിശക്തമായിരിക്കുന്ന ആക്രമണം ചുറ്റുപാടിൽ നിന്നും സർവ്വ മേഖലയിൽ നിന്നും ഏരിയകൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ആക്രമണം ഉണ്ടാവും എന്നാണ് യമൻ പറഞ്ഞത്. ഇപ്പോൾ ഈ അപായ സൈറൺ മുഴങ്ങാത്തത് കൊണ്ട് ഏത് മേഖലയിൽ നിന്നാണ് വന്നത് എന്നതുപോലും കൃത്യമായി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സൈറൺ മുഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ വീണ് പൊട്ടുകയാണ്. സൈറൺ മുഴങ്ങുകയാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് യമൻ മുന്നറിയിപ്പ് നൽകിയത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ് എന്ന്
മനസ്സിലാകുന്ന സംഭവങ്ങളാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അവരെ കൂമ്പൊടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും ഇനി ഇതുപോലെയുള്ള, അതായത് മുൻപ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അല്ലെങ്കിൽ 1967 കാലഘട്ടത്തിൽ എല്ലാം ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ശക്തവും പ്രബലവുമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പോലും ഇപ്പോൾ സംശയമാണ്. ആ രൂപത്തിലാണ് ശത്രുപക്ഷത്തിനുള്ള ശക്തമായിരിക്കുന്ന തിരിച്ചടി. തങ്ങൾക്ക് പ്രതിരോധം തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ലക്ഷ്യം കണ്ടുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നുണ്ട്. അവരുദ്ദേശിക്കുന്ന തരത്തിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.